അസ്സലാമലൈക്കും. മക്കളെ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഇന്നൊരു ചെറിയൊരു പരിപാടിയുണ്ട്. ഒരു ചിക്കൻ ബിരിയാണിന്റെ ഓർഡർ ഉണ്ട്. നമുക്കൊരു 10-15 ബിരിയാണിന്റെ. അപ്പൊ അതിന്റെ പണി നമുക്ക് തുടങ്ങാം. ചിക്കൻ നമുക്ക് പെരക്കിയിട്ട് വെക്കാം. 3 കിലോ ചിക്കനാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിടാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, ഒരു കുരുമുളക് പൊടി ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. നല്ല എരിവാവട്ട് ബിരിയാണിക്ക്. ഒരു 4 സ്പൂണ് ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. നന്നായി ഒന്ന് മസാല പെരക്കിയിട്ട് വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. നന്നായി പെരക്കി ഫ്രിഡ്ജിൽ 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമുക്ക് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമുക്ക് ചിക്കൻ പൊരിക്കാൻ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലോണം കായിട്ട് അങ്ങനെ നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടാം. ഓരോന്നായിട്ടിടാം. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടായി. എല്ലാം പൊരിച്ച് കഴിഞ്ഞു. നമുക്ക് ഉള്ളി വാട്ടാം. ഇതിലേക്ക് തന്നെ ഞാൻ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് ഉള്ളി വാടണം. കുറച്ച് ഉപ്പിടണം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. ഇത് നന്നായി ഒന്ന് ഇളക്കി ഇത് വാടാൻ പറ്റും. ഇഞ്ചി പേസ്റ്റെല്ലാം പച്ചമുളക് എല്ലാം ഞാൻ ഇട്ട് നന്നായി ഒന്ന് ഇത് ഇളക്കുന്നുണ്ട്. രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് കുരുമുളക് പൊടി. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്. മുളക് പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്. ഇളക്കി അതിലേക്ക് തന്നെ ഞാൻ തക്കാളി ഇട്ടു. ഞാൻ 5 തക്കാളിയാണ് മുറിച്ചത്. അത് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് ഇത് ഉള്ളിയെല്ലാം നന്നായി വാടി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പൊരിച്ച് വെച്ച ചിക്കൻ ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് ഇറക്കണം. നന്നായി ഒന്നിളക്കി അടച്ചു വെക്കാം. ഞാൻ കറിവേപ്പും മല്ലിച്ചപ്പും ഇടുന്നുണ്ട്. മല്ലിച്ചപ്പും കറിവേപ്പും ചപ്പും കറിയാമ്പലും ഇട്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം.
ഞാൻ ഉള്ളി, കക്കിരിക്ക, ക്യാരറ്റ് എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കച്ചമ്പറിന് തൈര് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടാം. അരിയിട്ട് തൈര് ഒഴിച്ച് നന്നായി ഉപ്പ് ഇട്ട് നന്നായി ഇതൊന്ന് ഇളക്കി. ഇത് നമുക്ക് ഉപ്പ് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊന്ന് നോക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല രസം കിട്ടും ചോറിന്. നന്നായി പൊരിഞ്ഞ് അതിലേക്ക് ഞാൻ ഒരു പാട്ട വെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ല ഇതിൽ തിളക്കും. അടച്ചു വെക്കാം. ഏലക്കായി, കറുവപ്പട്ട എല്ലാം ഞാൻ ഇടുന്നുണ്ട്. വെള്ളം തിളക്കട്ട് എന്നിട്ട് അടച്ചു വെക്കാം. വെള്ളം തിളച്ച് നമുക്ക് അതിലേക്ക് അരിയിടാം. ബിരിയാണീന്റെ അരിയിടാം. തനിമ അരിയാണിത്. നന്നായി ഒന്നിത് ഇളക്കി നോക്കിയിട്ട് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പുണ്ടോ നോക്കിട്ട് കുറച്ച് ഉപ്പിടണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നമുക്കിത് അടച്ചു വെക്കാം. നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങന്റെ നീര് കൂട്ടാം. ചോറ് നല്ല പാങ്ങിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ് അങ്ങനെ റെഡിയായി. ഇനി നമുക്ക് ദമ്മിടുമ്പോ കാണാം. നല്ല ചോറായി. ഇവിടെ കുറച്ച് ഓർഡർ ഉണ്ട് ചോറിന്. ചോറ് റെഡിയായി. ഓക്കെ, ചോറ് അങ്ങനെ നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ചോറ് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനിതാ കളറ് ആക്കുന്നുണ്ട്. ചോറിന് കളറാക്കി അതിലേക്ക് കുരുമുളകിന്റെ പൊടി ഒരു ശകലം ഇങ്ങനെ ആക്കി. ഇനി മല്ലിച്ചപ്പ് പൊതിനരിയും ഇട്ടു. ഇതിലേക്ക് ഞാൻ നമ്മുടെ ചിക്കൻ മസാല ഇടുന്നുണ്ട്. നല്ല ബിരിയാണി ചിക്കൻ ചൂടോടെ വെക്കണം. ഇത് നമുക്ക് ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ബിരിയാണി നമുക്കിവിടെ റെഡിയായി. ഇനി നമുക്ക് ദമ്മിടാൻ വെക്കാം. ദമ്മ് ചെറിയ തീയായിട്ട് നമുക്ക് കൊടുക്കാം. ആവട്ടെ. നമുക്ക് നമ്മളെ ബിരിയാണി റെഡിയായി. അവർക്ക് 12:30 കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ്. അപ്പൊ നമുക്ക് ഇത് വളമ്പിയിട്ട് വെക്കാം. പിന്നെ തൈര് ഞാൻ കച്ചമ്പർ ആക്കിയത് ഞാൻ വേറെ തന്നെ പാക്കറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പാക്കറ്റാക്കി വേറെ തന്നെ. അച്ചാറിന് ഞാൻ വിറങ്ങിയിലാക്കിയില്ല. അച്ചാർ അപ്പൊ ഒന്നും പ്രശ്നമില്ലല്ലോ. നല്ല ഇതിൽ തന്നെ അവർക്ക് വിട്ടുവരാം. സ്പൂണ് ഇതിനൊപ്പം തന്നെ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് ഓരോന്നായിട്ട് വിളമ്പിയിട്ട് വെക്കാം. നമ്മുടെ ചോറ് ഇതാ വിളമ്പുന്ന്.
അതിന്റെ അടപ്പ്. ചോറെല്ലാം റെഡിയായി പാക്കറ്റാക്കി കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ നിൽക്കുന്നു. പിന്നെ എന്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമന്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇത് ഓർഡർ തരുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഓർഡർ തരാം. നമ്പർ ഞാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്, വീഡിയോന്റെ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവര് വിളിച്ചാൽ മതി. പിന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.